നമസ്കാരം. GSTR-1 മന്ത്ലി റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ വീണ്ടും ചില പ്രധാന മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ഇത് പ്രകാരം പുതിയൊരു അഡ്വൈസറി കൂടി GST വിങ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഡേറ്റഡ് മെയ് 1, 2025. ഇത് പ്രകാരം മെയ് മാസം 2025 മുതൽ GSTR-1ഉം 1Aയും ഫയൽ ചെയ്യുമ്പോൾ നിർബന്ധമായും HSN കോഡുകൾ കറക്റ്റായിട്ട് തന്നെ ഫയൽ ചെയ്തിരിക്കണം. ഇത് B2Bയും B2Cയും രണ്ട് വിഭാഗത്തിലും സെപ്പറേറ്റ് ബൈഫർക്കേറ്റ് ചെയ്ത് കാണിക്കണമെന്ന് ചുരുക്കം. പോർട്ടലിൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കറക്റ്റായിട്ടുള്ള HSN കോഡ് തന്നെ വേണം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുവാൻ. GSTR-1ലും 1Aയിലും ടേബിൾ 12 അഥവാ ടേബിൾ 12ലാണ് ഇത് നിർബന്ധമായിട്ടും HSN കോഡ് കാണിക്കേണ്ടത്. അതുകൊണ്ട് ടാക്സ് പേയേഴ്സ് നിർബന്ധമായിട്ടും നമ്മൾ ഐറ്റംസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻവോയ്സിൽ കറക്റ്റ് HSN കോഡാണ് എന്നുള്ള കാര്യം കൺഫേം ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ സപ്ലയേഴ്സിന് ഈ കാര്യങ്ങൾ പറഞ്ഞ് നിർബന്ധമായിട്ടും അറിയിക്കുക. അത് പ്രകാരം വേണം നമ്മുടെ പർച്ചേസ് ബില്ലിൽ അത് റെക്കോർഡ് ചെയ്ത് വരുവാൻ. ഇത് തെറ്റായിട്ടുള്ള HSN കോഡുകളാണ് കാണിക്കുന്നതെങ്കിൽ സിസ്റ്റം ഇത് എറർ കാണിക്കുകയും അക്സെപ്റ്റ് ചെയ്യാതെ ഇരിക്കുകയും വരുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ നമ്മൾ GSTR-1 ഫയൽ ചെയ്യേണ്ട ഡേറ്റ് നിങ്ങൾക്കറിയാം. മെയ് മാസത്തിലെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 11 അതിനു മുൻപോ ആണ്. അപ്പോൾ ഈ മാസം തുടങ്ങി ഇത് മാൻഡേറ്ററി ആയി B2Bയും B2Cയും സെപ്പറേറ്റ് ചെയ്ത് കാണിക്കണം. HSN കോഡുകളും ആ പറഞ്ഞ ലിസ്റ്റിലുള്ള കോഡുകൾ തന്നെ വേണം അഡോപ്റ്റ് ചെയ്യുവാൻ. അത് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. ഈ അഡ്വൈസറി പ്രകാരം തന്നെ വേണം നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്യുവാൻ. ചുരുക്കി പറഞ്ഞാൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ 5 കോടിക്ക് താഴെയുള്ളവരും അതിന് മുകളിലുള്ളവർക്കും ഇത് നിർബന്ധമായിട്ട് എല്ലാവർക്കും ബാധകമായിട്ട് വരികയാണ്. 5 കോടി താഴെയാണെങ്കിൽ 4 ഡിജിറ്റ് HSN കോഡുകളും അതിന് മുകളിലുള്ളവർക്ക് 6ഉം 8ഉം ബാധകമാണല്ലോ. അതായത് ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിലല്ല എല്ലാ ടാക്സ് പേയേഴ്സും ഈ HSN കോഡ് എന്നുള്ള കാര്യം നിർബന്ധമായിട്ടും കംപ്ലൈ ചെയ്യണമെന്നുള്ള കാര്യമാണ് ഈ അഡ്വൈസറി എടുത്ത് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു.